മാക് ഫ്ലക്നൗ ഒരു മോക്ക് ഹീറോയിക് സറ്റയറാണ്. ഇതിൽ കവി തോമസ് ഷാഡ്വെല്ലിനെ പരിഹസിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കവിതയിൽ ഡ്രൈഡൻ ഷാഡോവെല്ലിനെ മണ്ടത്തരത്തിൻ്റെ രാജാവ് ആയിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കവിത തുടങ്ങുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ്. ഫ്ലക്നൗ, നോൺസെൻസ് എന്ന രാജ്യത്തിൻ്റെ രാജാവ്. അദ്ദേഹം വളരെയധികം ആയതിനാൽ തൻ്റെ സിംഹാസനത്തിന് പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പിൻഗാമിയെ തിരഞ്ഞെടുപ്പ് ഫ്ലക്നൗ തൻ്റെ പുത്രന്മാരിൽ നിന്നും ഏറ്റവും മണ്ടനും ശൂന്യനുമായ ആളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ അദ്ദേഹം ഷാഡ്വെല്ലിനെ തിരഞ്ഞെടുക്കുന്നു. ഷാഡ്വെൽ ആണ് ഫ്ലക്നോയുടെ പോലെ തന്നെ മണ്ടത്തരത്തിൽ പൂർണ്ണനായ വ്യക്തി. മറ്റുള്ളവർ ചിലപ്പോൾ നല്ലതൊന്നും എഴുതാറുണ്ട്, പക്ഷേ ഷാഡ്വെൽ ഒരിക്കലും സെൻസ് ഉള്ളതൊന്നും എഴുതാറില്ല. അതുകൊണ്ട് തന്നെ ഫ്ലക്നോയുടെ അഭിപ്രായത്തിൽ ഷാഡ്വെൽ ആണ് ഏറ്റവും യോഗ്യനായ പിൻഗാമി. കോർണേഷൻ സീൻ, ഷാഡ്വെല്ലിൻ്റെ രാജാഭിഷേകം ഒരു തുച്ഛവും മലിനവുമായ സ്ഥലത്ത് നടത്തുന്നു. അവിടെ താഴ്ന്ന നിലവാരത്തിലുള്ള നാടകങ്ങളും വിനോദങ്ങളും നടക്കുന്നു. ഷാഡ്വെല്ലിനെ മണ്ടത്തരത്തിൻ്റെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നു. ഈ രംഗം മുഴുവനും പരിഹാസപരമായിട്ടുള്ളതാണ്. ഫ്ലക്നൗ ഷാഡോവിന് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ബുദ്ധിയും വിവേകവും ഒഴിവാക്കണം. എളിയ അർത്ഥമില്ലാത്ത കവിതകൾ എഴുതണം. മികച്ച കവിതകളെ അനുകരിക്കരുത്. തനിക്കുള്ള മണ്ടത്തരം തുടരുക. ഇതെല്ലാം കവി ഇവിടെ പരിഹാസം നിറഞ്ഞ രീതിയിലാണ് പറയുന്നത്. കവിതയുടെ അവസാന ഭാഗത്തിൽ ഫ്ലക്നൗ അപ്രത്യക്ഷമാകുന്നുണ്ട്. അതുവഴി ഒരു ട്രാപ്പ് ഡോറിൽ വഴി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവൻ്റെ മണ്ടത്തരത്തിൻ്റെ മാൻറ്റിൽ ഷാഡോവെല്ലിന് ലഭിക്കുന്നു. ഇതോടെ ഷാഡോവെൽ മണ്ടന്മാരുടെ രാജാവായി പൂർണ്ണമായി മാറുന്നു. ഈ ഒരു കവിതയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത്, മോശം സാഹിത്യത്തെ ഡ്രൈഡൻ ശക്തമായി വിമർശിക്കുന്നു. നല്ല കവിതയും മോശം കവിതയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. സമൂഹത്തിൽ മെഡിയോക്രിറ്റി, മാധ്യമ നിലവാരം വളരുന്നതിനെതിരെ ഒരു പരിഹാസമാണിത്. ഈ കവിത മുഴുവനും ഐറണിയും സറ്റയറും നിറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഫ്ലക്നൗ എന്ന കവിതയിൽ ഡ്രൈഡൻ ഷാഡ്വെല്ലിനെ മണ്ടത്തരത്തിന് രാജാവായി അവതരിപ്പിച്ച് അവൻ്റെ കവിതകളെയും സാഹിത്യത്തിൻ്റെയും നിലവാരത്തെയും ശക്തമായി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്.